ഞാൻ നിങ്ങളോട് വരാൻ പറഞ്ഞത് ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനാണ്. റെജിയുടെ മരണം അന്വേഷിക്കുന്ന കൂട്ടത്തില് ബോണിയുടെ മിസ്സിംഗ് ഫയലിലേക്കും ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. അതിന് കാരണമുണ്ട് കേട്ടോ. രണ്ടാളും മിസ്സായത് ഒരേ രാത്രിയാണ്. ഒപ്പം രണ്ടാളും ക്ലോസ് ഫ്രണ്ട്സുമാണ്. എന്നിട്ട് കാര്യങ്ങളറിയാൻ ടോമി എന്തിനെത്ര തിരക്ക് കൂട്ടുന്നത്? അത് ഓ അളിയന്റെ കാര്യമല്ലേ പറയുന്നത്? അതുകൊണ്ട് അറിയാൻ ആകാംക്ഷ ഉണ്ടാവും. അതെ സർ. റെജിയുടെ അടക്കം ചെയ്ത ബോഡി വീണ്ടും പുറത്തെടുത്തു. റീപോസ്റ്റ്മോർട്ടം നടത്തി. കൂടുതൽ തെളിവുകൾ ശേഖരിച്ചു. ഒടുവിൽ വ്യക്തമായി ആ ബോഡി റെജിയുടേതല്ലെന്ന്. കൊല്ലപ്പെട്ടിരിക്കുന്നത് റെജിയല്ല, ബോണിയാണ്. റൂബി, ഇനി ആരായാളെ കൊന്നോട് കണ്ടുപിടിച്ച ആ ഫയൽ ക്ലോസ് ചെയ്യാം. സാറ് പറഞ്ഞത് സത്യമാണ് കുട്ടി. അതുകൊണ്ടാ നിന്റെ വീട്ടിൽ വിവരം അറിയിക്കാതെ നിങ്ങളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. പാവായിരുന്നു, എന്റെ ചാൻ പാവായിരുന്നു. കൊലയാളികൾക്ക് പാവമെന്നോ ഭയങ്കരനെന്നോ ഉണ്ടോ? ഒത്തുകിട്ടിയ കയ്യിലിരിക്കുന്ന ആയുധം എതിരാളിയുടെ നെഞ്ചിന് നേരെ പായിക്കും. ആ ശരി, ഇനി സമയവും സന്ദർഭം പോലെ വീട്ടുകാരെ അറിയിച്ചേക്ക്. ഓക്കെ, കാണാം. ശരി സർ. റൂബി, ദേ വീട്ടിലോട്ട് ചെല്ലുമ്പോഴേ ന്യൂസ് പൊട്ടിക്കരുത്. ഒക്കെ അടക്കി പിടിക്കണം. വിങ്ങി പൊട്ടിപ്പോയ അമ്മ കാരണം തിരക്കും. പിന്നെല്ലാം പറയേണ്ടി വരും. വാ. ബോട്ടിലെ പണി മോശമല്ലാന്ന് ഇപ്പോഴാ മനസ്സിലായത്. ബ്രിട്ടോയും ആകെ സന്തോഷത്തിലാ. അവൻ്റെ കടങ്ങളൊക്കെ ഉടൻ തന്നെ വീട്ടാൻ കഴിയുന്നാ പറയുന്നത്. രണ്ടാളും ശരിക്കൊന്ന് മനസ്സ് വെച്ച അടുത്ത് തന്നെ ഒരു ബോട്ട് വാങ്ങാൻ സാധിക്കും. മുതലാളിമാരാകാനും കഴിയും. അയ്യോ, ഞങ്ങൾക്ക് മുതലാളിമാരാവണ്ടേ? എന്നും കത്രീരാമയുടെ തൊഴിലാളികളായിട്ട് ജോലി ചെയ്താൽ മാത്രം മതി. അത് ഞാൻ ജീവിച്ചിരിക്കുന്നത് വരെ. എന്നെ അങ്ങ് വിളിച്ചു കഴിഞ്ഞാലോ? അപ്പോഴും ആരെങ്കിലുമൊക്കെ വേണ്ടേ ഇതൊക്കെ നോക്കി നടത്താൻ? പിന്നെ ഇവനൊക്കെയാ നോക്കി നടത്താൻ പോന്നേ. വെറുതെ തെക്കോട്ടും വടക്കോട്ടും നടക്കും, അത്ര തന്നെ. അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇപ്പൊ ദേഹം വേർത്ത് തന്നെ അധ്വാനിക്കുന്നുണ്ട് രണ്ടാളും. ഇവനെ എത്ര വയസ്സായെന്ന് നിനക്കറിയാവോടി? 10-40 ഇതുവരെ ഒരു പെണ്ണ് കെട്ടി അവളെ കൂടെ താമസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എടാ, പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാതെ ജീവിതം ആകത്തില്ല. പറഞ്ഞത് കേട്ടോടാ വർഗീസേ. എത്രയും പെട്ടെന്ന് നീ ഒരു പെണ്ണ് കെട്ടണമെന്ന്. അല്ല, ആരെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ? അവൻ കണ്ടുവച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും പറമ്പിൽ നല്ല വിളങ്ങിയ തേങ്ങയുണ്ടോന്ന് രാത്രിയാവുമ്പോ കൊലയോടെ വെട്ടിയിടാൻ. അത് പഴയ കാലം, പഴയ വർഗീസ്. ഇപ്പൊ ആളാകെ മാറി. ഉവ്വ്, എത്ര മാറിയാലും കള്ളനെന്നും കള്ളൻ തന്നെയാ. ദേ കത്രീനാമേ, പത്രം കണ്ടോ? മരിച്ചത് റെജിയല്ല, ബോണിന്ന് പറയുന്ന ഒരു പയ്യനാ. മരിച്ചത് റെജിയല്ല, ബോണി. വീണ്ടും ഒരാൾമാറാട്ടം കൂടി. റെജി കൊലക്കേസ് ബോണി കൊലക്കേസായി മാറുന്നു. ബോണി എന്ന ചെറുപ്പക്കാരനെ കൊന്ന ശേഷം റെജിയുടെ വസ്ത്രങ്ങൾ ആ ശവശരീരത്തിൽ ധരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് കൊലയാളികൾ ചെയ്തിരിക്കുന്നത്. എന്നാലും അവന്മാര് കൊള്ളാലോടി കത്രീനെ. പാവം, റെജിയെന്ന് കരുതിയല്ലേ അയാൾക്ക് വേണ്ടി അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തത്. വല്ലാത്തൊരു വിധി തന്നെ. ഇനിയെങ്കിലും നിനക്ക് നേരെ ചൊവ്വേ പുറത്തോട്ടിറങ്ങി നടക്കാലോ. നാട്ടിലുള്ള തെണ്ടികളുടെയൊക്കെ മുഖത്തു നോക്കി സംസാരിക്കാലോ. റെജിയെ കണ്ടുകിട്ടുന്നതുവരെ എനിക്കൊന്നിനും കഴിയില്ല. അവൻ മടങ്ങി വന്നാലേ എന്റെ മോളിന്റെ മുഖം തെളിയും. അവള് മനസ്സ് തുറന്ന് സന്തോഷിക്കും. അത് കണ്ടാലേ എനിക്ക് മനസ്സമാധാനം കിട്ടും. നിന്നെ വേണ്ടാത്തവളുടെ പിന്നാലെ നീ എന്തിനാ ഇങ്ങനെ പായുന്നേ? ആ ഒരു കാര്യത്തിൽ മാത്രം തർക്കത്തിന് ഞാനില്ല സാറാമ്മേടത്തി. എന്റെ ജീവിതം മുഴുവൻ അവൾക്ക് വേണ്ടി തീരെഴുതി കഴിഞ്ഞിട്ട് കാലം കുറേയായി. അവളില്ലെങ്കിൽ ഞാനില്ല. അവളുടെ മടങ്ങിവരവ് തന്നെ ഈ ജന്മത്തിൽ ഞാൻ അനുഭവിക്കാൻ പോകുന്ന സന്തോഷവും സുഖവും. വാശിക്കാരിയാ. നാടായ നാട് മുഴുവൻ കത്രീനമ്മയുടെ കാര്യത്തിൽ സഹതപിക്കുമ്പോൾ അവൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കിക്കേ.
ഇതൊക്കെ കത്രീനാമ്മ പണവും സ്വാധീനവും ഉപയോഗിച്ച് ചെയ്യിക്കുന്നതാണെന്നാ. റൂബി, റൂബി എന്താ ഇത്? എന്താന്ന് ടോമിച്ചായന് മനസ്സിലായില്ലേ? മരിച്ചിരിക്കുന്നത് എന്റെ ബോണിച്ചായനാ. എന്നെ ജീവന് തുല്യം സ്നേഹിച്ച എന്റെ ബോണിച്ചായൻ. അതെ, ഇന്നലെ വരെ മരണപ്പെട്ട ആൾ റജിയായിരുന്നു, ഇന്നത് ബോണിയായി. നാളെ മറ്റൊരാളായിക്കൂടുന്നില്ലല്ലോ. വ്യക്തമായ തെളിവുകളോടെ ബെഞ്ചമിൻ സാർ സംസാരിച്ചത്. മണ്ണിട്ട് മൂടിയ ജനം പുറത്തെടുത്ത് തലയോട്ടിയുടെ രേഖാചിത്രം വരച്ചു നോക്കിയപ്പോ എന്ത് കണ്ടെന്ന് അയാൾ പറഞ്ഞ് ബോണിച്ചായന്റെ ഫോട്ടോയും ആ ചിത്രവും ഒന്നാണെന്നല്ലേ. പാവായിരുന്നു എന്റെ ചായൻ. ആരെയും മനഃപൂർവ്വം വേദനിപ്പിക്കാറുമില്ല. ബൈബിൾ വചനം കൃത്യമായി പാലിച്ചിരുന്ന ആൾ. പരിചയമുള്ളവർ ഇവൻ പള്ളിയിൽ അച്ഛനാകേണ്ടവനാണെന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് പാവായ എന്റെ ചായൻ ആരാ കൊന്നത്? എന്തിനു വേണ്ടിയാ കൊന്നത്? ആ മഹാപാപം ചെയ്ത ആരായാലും അവൻ ഗതി പിടിക്കില്ല, സ്വസ്ഥത കിട്ടില്ല. ജീവിതകാലം അത്രയും എന്റെ ബോണിച്ചായന്റെ ആത്മാവ് അവന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. അവൻ കരയുന്നത് കാണാൻ, അവന്റെ തകർച്ച പൂർണ്ണമാവാൻ. ഞാൻ ഇറങ്ങാം. എനിക്ക് അത്യാവശ്യമായി ഗോഡൌൺ വരെ ഒന്ന് പോകണം. എന്താ ടോമിച്ചായി പറയുന്നേ? എന്നെ നടുക്കടലിലാക്കിയിട്ട് ടോമിച്ചായി പോവാണോ? എനിക്ക് വയ്യ റൂബി. ഈ മറ്റുള്ളവരുടെ കണ്ണീര് കാണുമ്പോ കൂടെ കരയാനല്ലാതെ സമാധാനിപ്പിക്കാൻ എനിക്കാവില്ല. സങ്കടം വന്നാൽ ദേഹം വല്ലാതെ വരുമെന്ന് പറയുന്നതാവും ശരി. അയ്യോ എന്റെ കുഞ്ഞ്, സത്യമാണ് മക്കളെ ഞാൻ കേൾക്കുന്നത്. എന്റെ പൊന്നുമോ പോയോ? എല്ലാരും കൂടെ അവനെ കൊന്നോ? അതാണോടി മോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? അമ്മച്ചി അറിയിക്കാതിരിക്കാനാണോ മോള് കരച്ചിലടക്കിയത്? അമ്മച്ചി, എനിക്ക് വയ്യ. എന്റെ മോ പോയേ, എന്റെ മോനെ കൊണ്ടും പോയേ. ഒന്ന് വേഗം നടക്കന്റെ വർഗീസേ. കൊളസ്ട്രോളും ഷുഗറും പിടിപെട്ടാലും കുഴപ്പമില്ല, ഈ നടത്ത പറ്റില്ല. ഇനി കത്രീന ഒറ്റയ്ക്കങ്ങ് നടന്നാൽ മതി. അത് പറഞ്ഞാ പറ്റില്ല. നിന്നെപ്പോലെ ഒരാള് കൂട്ടുണ്ടെങ്കിലേ നടത്തത്തിനൊരു രസം ഉണ്ടാവും. ഏയ് കത്രീനമ്മേ, ദേ ആരെ വരുന്ന നോക്കിയേ. ഗുഡ് ഈവനിങ്. ഈവനിങ്. എന്നും നടക്കാൻ വരാറുണ്ടോ? ഏയ് ഇന്ന് ദേ ഇപ്പഴാ തുടക്കം. തോന്നി, ഞാനിതുവരെ കണ്ടിട്ടില്ല. കത്രീനാമ്മ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞത് മുതല് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണമെന്ന് കലശലായൊരു മോഹം. ആ, എങ്കിൽ പിന്നെ കൂട്ടിനും കൂടാന്ന് ഞാനും കരുതി. ഓ, ഞാൻ ഇന്നലെ നന്നായി പ്രാർത്ഥിച്ചു കേട്ടോ. ആ മരണപ്പെട്ട പയ്യന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാനായി. മരണത്തിൽ പോലും കർത്താവ് ക്രൂരത കാട്ടി. കൊന്ന് കടലിലെറിഞ്ഞ ജഡം മത്സ്യങ്ങൾ കൊത്തി വികൃതമായ ശേഷം കരയ്ക്കടിഞ്ഞു. അത് ഒരു ഡിവൈഎസ്പിയുടെ മകനായിട്ട് പോലും ബോഡി വേണ്ടത്ര എക്സാമിൻ ചെയ്യാതെ കർമ്മങ്ങൾ ചെയ്തടക്കി. ഇപ്പതേ വീണ്ടും അത് കുഴിച്ചെടുക്കേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ചിത്രം വ്യക്തമായെങ്കിലും ബോണി എന്ന ചെറുപ്പക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു വേദന. കൊലയാളി ആരാണെന്ന് ഒരു ഏകദേശ ധാരണ ധാരണയായി വരുന്നു. ബോണിയുടെ ശരീരത്തിൽ എന്തിനാ റെജിയുടെ വസ്ത്രങ്ങൾ എടുത്തിട്ടത്? റെജി മരിച്ചുവെന്ന് വരുത്തി തീർക്കാൻ തന്നെ. അതിന്റെ പേരിൽ കത്രീന അമ്മയെ ക്രൂശിക്കാൻ തന്നെ. മനുഷ്യവർഗത്തിൽ പിറന്നവരെ കൊണ്ട് ഇതിനൊക്കെ സാധിക്കുമോ? അവരെ കൊണ്ടേ സാധിക്കൂ. മനുഷ്യനോളം ബുദ്ധി മറ്റൊരു ജീവിക്കൂലല്ലോ. ആയുസ് തികയാതെയാ ആ പയ്യൻ മരിച്ചിരിക്കുന്നേ. അവന്റെ ആത്മാവ് കൊന്നവന് സ്വസ്ഥത കൊടുക്കില്ല. ഊണിലും ഉറക്കത്തിലും അവന്റെയൊക്കെ നിഴലായി അത് പിന്തുടരും. ആ ആത്മാവിന്റെ കൂടെ ഇപ്പം ഞാനും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരാളെ പിന്തുടരുന്നുവെന്നറിഞ്ഞതു മുതൽ ഒരാളൽ തുടങ്ങിയിട്ടുണ്ട് അയാളുടെ ഉള്ളിൽ. ആരാണ് ആ വ്യക്തിയെന്ന് ഞങ്ങളോടുകൂടി പറയാൻ പാടില്ലേ? നോ, പറയാൻ പാടില്ല. അതാണ് ഈ ജോലിയുടെ ഒരു സ്റ്റൈൽ. ഒരു കാര്യം ഉറപ്പാ, ഈ നാട്ടുകാർക്ക് നന്നായി അറിയാവുന്ന ആള് തന്നെ അയാള്. ഇനി കൂടുതലൊന്നും പറയണ്ട. ആളാരാന്ന് വ്യക്തമായി. പക്ഷേ അയാളായിരിക്കണമെന്നില്ല യഥാർത്ഥ കൾപ്രിറ്റ്. ആരും ചിന്തിക്കാത്ത, ആരും പറഞ്ഞു കേൾക്കാത്ത ആരോ ഒരാൾ ബുദ്ധിപൂർവം എവിടെയോ മറഞ്ഞിരിക്കുന്നു, ഒരു കില്ലറുടെ കുപ്പായമെടുത്ത് അണിയാനായിട്ട്. കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട, ഉടനെ ഒക്കെ വ്യക്തമാക്കി തരാം. ഓഹോ,
എടാ വാ നടക്ക് വാ ഇനി നടക്കണോ? വാ. കഷ്ടം. എന്റെ റജി ജീവിച്ചിരിക്കുന്നു. സത്യമായിരിക്കോ? ആയിരിക്കോ അപ്പച്ച? ഇനി സത്യമായാലും അല്ലേലും ഇപ്പൊ ഇങ്ങനെ കേൾക്കാൻ സാധിച്ചതൊരാശ്വാസമല്ലേ മോളെ? റജി ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാലും ഇങ്ങനൊരു വാർത്ത കേട്ടപ്പോ എന്തോ എനിക്കെന്റെ റജി എത്രയും പെട്ടെന്ന് കാണണമെന്നൊരു തോന്നല്. അടുത്തോ അകലത്തോ എവിടെയോ അവൻ ഇരിപ്പുണ്ടാവും. നമ്മളെയൊക്കെ കാണാൻ അവനും ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും മോളെ. ഞാൻ ഈ ഫോട്ടോയില് മാല ചേർത്താതിരുന്ന എത്ര നന്നായി. ഇവന്റെ ഈ ഇരിക്കുന്ന ജീവൻ തുടിക്കുന്ന മുഖം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. വേറൊരു സംഭവം പറഞ്ഞു കേൾക്കുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറഞ്ഞതാ, മരണപ്പെട്ട ബോണി റെജിയുടെ സുഹൃത്തായിരുന്നല്ലോ. അങ്ങനെയെങ്കിൽ ബോണിയെ കൊന്ന് കടലിൽ ഒഴുക്കിയ ദിവസം റെജിയും ആ പയ്യനും തമ്മിൽ കണ്ടിട്ടുണ്ടാവണം. ആ കൂടിക്കാഴ്ചയുടെ ഏതോ ഒരു ഘട്ടത്തിലാവും കൊലപാതകം നടന്നിട്ടുണ്ടാവുക. അപ്പോ എന്റെ റജി കത്രീനയാണല്ലോ അവനെതിരെ ഭീഷണി മുഴക്കിയത്. അവള് റെജിയെ ഉന്നം വെച്ചായിരിക്കും ആക്രമിക്കാൻ ആളെ വിട്ടത്. പക്ഷേ അക്രമത്തിനിടയിൽ ബോണി അബദ്ധവശാൽ കൊല്ലപ്പെട്ടു. റജിയുടെ കാര്യം എന്നിട്ടും അപ്പച്ചൻ പറയുന്നില്ലല്ലോ. റെജിയും റജി അവര് ഒക്കെ ഊഹങ്ങളാണ്. രണ്ടാളും മരണപ്പെട്ട ശേഷം അവരുടെ ബോഡി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അതിൽ ബോണിയുടെ ബോഡി കരക്കടിഞ്ഞു. റെജിയുടെ മാത്രം. എന്തിനാ ഊഹിച്ചെടുത്ത കാര്യങ്ങൾ ഇവിടെ ഒന്ന് പറയുന്നത്? വെറുതെ പ്രതീക്ഷ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ നാൻസി. നമുക്ക് റെജി മടങ്ങി വരില്ല എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ മടങ്ങി വന്ന അത് എന്റെയും നിന്റെയും ഈ കൊച്ചിന്റെയൊക്കെ പ്രാർത്ഥനയുടെ ഫലം. മോളെ ഇങ്ങനെ നൂൽപാലത്തിൽ കൂടെ നടത്താതെ കർത്താവ് എന്നെ വിളിക്കണ്ടേ? ഈ കാത്തിരിപ്പ് ഭയങ്കരം തന്നെ അമ്മച്ചി. മനുഷ്യന്റെ സമനില തെറ്റിപ്പോവും. എന്റെ മാതാവേ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ചോ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കച്ചോ. എന്താ അച്ഛന്റെ മുഖത്ത് ഒരിക്കലും കാണാത്തൊരു ചമ്മല്? കത്രീന അമ്മയ്ക്ക് വെള്ളരിപ്രാവിന്റെ മനസ്സാണെന്ന് ഞാൻ തന്നെ പാടിക്കൊണ്ട് നടന്നത്. എന്നിട്ട് അതേ നാവ് കൊണ്ട് തന്നെ തള്ളിപ്പറയുകയും ചെയ്തു. കുറച്ചു ദിവസമായി കത്രീന അമ്മ നിരപരാധിയാണെന്നൊരു തോന്നല്. അതേക്കുറിച്ച് ഞാൻ മുമ്പ് വന്നപ്പോഴൊക്കെ പറയുകയും ചെയ്തല്ലോ. റെജി മരണപ്പെട്ടില്ല എന്നറിഞ്ഞപ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പോയി കുറേ സമയം അങ്ങ് പ്രാർത്ഥിച്ചു, മാപ്പപേക്ഷിച്ചു. സത്യം മനസ്സിലാക്കാതെ ഈ നാവ് കൊണ്ട് ആദ്യമായി ഒരാളെ ക്രൂശിച്ചതിന്. ഇപ്പോഴും ഞാൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞിട്ടില്ല അച്ചോ. അതുകൊണ്ട് കുമ്പസരിക്കാനുള്ള സമയമായിട്ടില്ല. റെജിയുടെ സ്ഥാനത്ത് മറ്റൊരു ചെറുപ്പക്കാരനാണ് മരിച്ചത്. അതുമാത്രമാണ് അറിയാൻ കഴിഞ്ഞതെന്ന് ഓർക്കണം. ഇനി റെജി മരണപ്പെട്ടില്ലെങ്കിൽ തന്നെ അവൻ എവിടെ ഒളിഞ്ഞിരിക്കുന്നു? ആരൊളിപ്പിച്ചിരിക്കുന്നു? ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാച്ചോ. അതിനൊക്കെ കൂടി ഉത്തരം കണ്ടെത്തിയാലേ എന്റെ ഭാഗം ക്ലിയർ ആവൂ. ഞാൻ നിരപരാധിയാണെന്ന് തന്റെ ഇടത്തോടെ നിന്ന് പറയാൻ പറ്റൂ. ഇനി പറയാനൊന്നുമില്ല.
അന്വേഷണം അവസാനിക്കുന്നത് കത്രീനാമ്മയ്ക്ക് അനുകൂലമായി തന്നെ ആയിരിക്കും. അതാ കൊച്ചന്റെ ആ ബെഞ്ചമിന്റെ വർത്തമാനം കേട്ട് അറിയത്തില്ലയോ? ഏതായാലും റെജിയുടെ ഡ്രസ്സ് മരിച്ച പയ്യന്റെ ദേഹത്തെടുത്ത് ഇട്ടവനെ സമ്മതിക്കണം. അപാര ചങ്കൂറ്റമായിരിക്കും അവന്. ആ ചങ്കൂറ്റമുള്ളവൻ ആരായിരിക്കുമെന്നാ അച്ഛന്റെ വിശ്വാസം? അത് ഇങ്ങനെ ഒരു കൊലപാതകം പ്ലാൻ ചെയ്യുകയും അതുവഴി കത്രീനാമ്മയെ കുടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെങ്കിൽ അത് അവൻ തന്നെ ആയിരിക്കും. കത്രീനാമ്മയുടെ ആജന്മ ശത്രുവിന്റെ പുന്നാര മോൻ ടോമിച്ചൻ. എല്ലാവരും വിരൽ ചൂണ്ടുന്നത് അവന്റെ നേർക്ക. പക്ഷേ മരണപ്പെട്ട ബോണി അവന്റെ ഭാര്യ സഹോദരനാ. ടോമിയുമായി ആ പയ്യന് യാതൊരു ശത്രുതയില്ലെന്നാ അറിയാൻ കഴിഞ്ഞത്. റെജിയോടാണെങ്കിൽ എന്റെ മരുമകനാണെന്നുള്ള ശത്രുത അവന് വേണ്ടുവോളം ഉണ്ട് താനും. അപ്പോ റെജിയെ ജീവനോടെ വെച്ചിട്ട് ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ട കാര്യമെന്താ? ഞാനിത് ബെഞ്ചമിനോടും ചോദിച്ചു. പക്ഷേ വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടിയില്ല. ഇനി നമ്മളാരും അറിയാത്ത ഒരു ദുഷ്ടൻ എവിടെയോ മാറി നിപ്പുണ്ട്. അവനായിരിക്കുമോ ഈ മഹാപാപം ചെയ്തിരിക്കുന്നത്? ഇത്രയും സത്യങ്ങൾ വെളിവാക്കി തന്ന ആ മിടുക്കം പോലീസ് ഓഫീസർ തന്നെ ഇതിന് ഉത്തരം കണ്ടെത്തിത്തരും. എന്താച്ചോ അങ്ങനെ വിശ്വസിച്ചൂടെ? മോനെ, ആ കത്രീനാമ്മയോ? ഇരിക്കെ. നന്ദിയുണ്ട്. ഒരു വലിയ കാര്യം തന്നെയാ ചെയ്തു തന്നിരിക്കുന്നത്. അവസാനം എന്റെ നിരപരാധിത്വം പുറം ലോകം അറിഞ്ഞല്ലോ. കൊലയാളി എന്ന പേര് എന്റെ തലേന്ന് ഒഴിഞ്ഞുപോയല്ലോ. ഒരുപാട് ഉപകാരങ്ങൾ ഇങ്ങോട്ട് വാരിക്കോരി തന്നപ്പോ ഒരു ചെറിയ പ്രത്യുപകാരം. ഇതിനെ അങ്ങനെ കണ്ടാ മതി. അത്രയ്ക്ക് നിസ്സാരമായി കാണാൻ എനിക്ക് കഴിയില്ല മോനെ. അപമാനം, ജയിൽവാസം, മരണം ഒക്കെ മുന്നിൽ കണ്ടതാ. അതിലൂടൊക്കെ യാത്ര ചെയ്യുന്നതായി സങ്കല്പിച്ചതാ. ഒറ്റ നിമിഷം കൊണ്ട് എനിക്കെന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് തന്നില്ലേ? അതൊരു ചെറിയ കാര്യമാണോ? കുട്ടിക്കളിയൊക്കെ വിട്ടുമാറി മുതിർന്ന കുട്ടിയായപ്പോ, ചിന്തിക്കാൻ കഴിയുന്ന പ്രായമായപ്പോ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്നെങ്കിലും എനിക്ക് സമ്മാനങ്ങളുമായി, പണവുമായി, സ്നേഹവും സാന്ത്വനവുമായി വരുന്ന ഈ സ്ത്രീയെ, അമ്മയെ ഒന്ന് സഹായിക്കാൻ കഴിഞ്ഞെങ്കിലെന്ന്. ഈ അമ്മയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ആശ്രയമാകാൻ കഴിഞ്ഞെങ്കിലെന്ന്. കുറച്ച് വൈകിട്ടാണെങ്കിലും ഇപ്പം അതിനെനിക്ക് സാധിച്ചല്ലോ. എല്ലാരും വലിയ സന്തോഷത്തിലാ. അച്യുതനും അഷ്റഫും ഒക്കെ. ഒന്ന് വന്നൂടെ വീട്ടിലേക്ക്? ഞങ്ങൾക്കൊപ്പം ഒരു സദ്യ ഉണ്ടൂടെ? തീർച്ചയായും. സമയം പറഞ്ഞാൽ മതി, തിരക്കൊഴിവാക്കി ഞാൻ വരാം. അതുപോലെ തിരിച്ചു ആവാം ഇവിടെ. അറിയില്ലേ, ഇവിടുത്തെ നാരായണേട്ടൻ നല്ലൊരു കുക്കാ. വെജും നോൺ വെജും ഒക്കെ അസലായിട്ടുണ്ടാക്കും. വരാം മോനെ. നീ വിളിക്കുന്ന ഏത് നേരത്തും ഞാൻ വരും. സഹായിച്ചവരെന്നും തിരിച്ചു കൊത്തിയിട്ടേയുള്ളൂ. ആദ്യമായിട്ടാ ഒരാൾ എന്റെ സഹായം പറ്റിയിട്ട് എന്നെ തേടിപ്പിടിച്ചു വന്ന് സഹായിക്കുന്നത്. കത്രീനാമ്മയെ പോലെ എനിക്കെന്നും താങ്ങും തണലുമായിരുന്നു മദർ സുപ്പീരിയർ, എൻ്റെ മനസ്സിലെ മറ്റൊരമ്മ. വളർന്നു വലുതായ ഒരു ജോലിയൊക്കെ കിട്ടുമ്പോൾ അവരെയും സഹായിക്കണം. വാർദ്ധക്യത്തിൽ അവർക്കൊരു കൂട്ടാവണം എന്നൊക്കെ കരുതി. പക്ഷേ പോലീസ് ട്രെയിനിങ് ക്യാമ്പ് ഞാൻ പ്രതീക്ഷിച്ചതിലും വേഗതയിലാണ് ബെഞ്ചമിൻ സഞ്ചരിക്കുന്നത്. കത്രീനയ്ക്ക് സമൂഹത്തിനിടയിൽ ഇത്ര പെട്ടെന്ന് വീണ്ടും മാന്യത കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചതേയില്ല. കത്രീനാമ്മ റെജിയെ കൊന്നിട്ടില്ലെന്ന് തെളിഞ്ഞു. അതോടെ സാറിൻ്റെ ലക്ഷ്യം എന്തായിരുന്നോ അത് പൂർത്തിയായി. എന്നാ എൻ്റെ ലക്ഷ്യങ്ങൾ എൻ്റെ മുമ്പിൽ ഇനിയും ബാക്കിയാ. റെജിയുടെ സ്ഥാനത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബോണിയാണ്. എങ്കിൽ അയാളെ ആര് കൊന്നു? അന്വേഷണം തുടങ്ങിവെച്ച സ്ഥിതിക്ക് ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കാണ്. ബോണിയെ കൊന്നിട്ട് റെജിയുടെ ഡ്രസ്സുകൾ ബോണിയുടെ ശരീരത്തിൽ അണിയിച്ചവർ തന്നെ ആയിരിക്കില്ലേ റെജിയെ ഒളിപ്പിച്ചിരിക്കുന്നത്?
അതെ, റെജിയുടെ ജീവൻ നിലനിർത്തിയിട്ട് നിരപരാധിയായ ഒരു ചെറുപ്പക്കാരനെ കൊന്നുവെങ്കിൽ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. കൊലയാളിക്ക് റെജി മരിക്കുന്നതിനോട് താല്പര്യമില്ലായിരുന്നു. മറിച്ച് റെജി ജീവനോടെ ഇരിക്കെ തന്നെ മരിച്ചുവെന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം. ഇനി ഇതൊന്നുമല്ല സംഭവിച്ചതെങ്കിൽ മറ്റൊരു പോസിബിലിറ്റി ഉണ്ട്. ബോണി എന്ന ചെറുപ്പക്കാരന്റെ ശരീരം കടപ്പുറത്താണ് അടിഞ്ഞത്. അതിൽ നിന്ന് കൊന്ന ശേഷം കടലിലേക്ക് എറിഞ്ഞതാണെന്ന കാര്യം ഉറപ്പാണ്. ബോണിക്കൊപ്പം റെജിയും ഉണ്ടായിരുന്നെങ്കിൽ, രണ്ടാളും കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബോണിയുടെ ബോഡിക്കൊപ്പം റെജിയുടെ ബോഡിയും കടലിലേക്ക് വലിച്ചെറിയാനുള്ള സാധ്യത കൂടുതലാണ്. ബോണിയുടെ ശരീരം തിരമാലയിൽപ്പെട്ട് കരക്കടിഞ്ഞു, റെജിയുടേത് അടിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കൂ? ഒക്കെ ഒരു ഊഹം മാത്രമാണ്. എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്തപ്പോൾ കിട്ടിയ കുറേയേറെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. അതിൽ ചിലത് ശരിയാവാം, ചിലത് തെറ്റാവാം. സാധാരണ എൻ്റെ ചിന്തകൾ, ഞാൻ കാണാറുള്ള സ്വപ്നങ്ങൾ ഒക്കെ സത്യമായി വരാറുണ്ട്. ഓർഫനേജിൻ്റെ ഇടനാഴിയിൽ, മരണപ്പെട്ടവരെ അടക്കം ചെയ്തിരിക്കുന്ന സെമിത്തേരിയിൽ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മുമ്പിൽ, അവിടെയൊക്കെ ഇരിക്കുമ്പോൾ അറിയാതെ എവിടുന്നോ എന്തോ ഉൾവിളി ഉണ്ടാവുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. രാത്രിയിൽ മണിക്കൂറുകളോളം ആകാശത്തേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. കുട്ടിക്കാലത്തും ഇപ്പോഴും അതിൻ്റെ ശീലമാണ്. ആകാശത്ത് നിറയുന്ന നക്ഷത്രങ്ങളെ കാണുക, അതാ ഉദ്ദേശം. അതിലേതോ 2 നക്ഷത്രങ്ങൾ എൻ്റെ പപ്പയും അമ്മയുമാണ്. അവർ എന്നെ കാണുന്നുണ്ട്, എൻ്റെ സങ്കടം അറിയുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോഴും എന്നെ വലയം ചെയ്ത് ഏതോ ശക്തിയുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം അപകടം നിറഞ്ഞ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും എന്നെ തേടി മരണം വരാതിരിക്കുന്നത്. കുടുംബം, ഭാര്യ, കുഞ്ഞുങ്ങൾ വേണം തോന്നാറില്ലേ? ഒക്കെ ബാധ്യതയാണ് സർ. എൻ്റെ മരണം അവരെ സന്തോഷിപ്പിക്കില്ല, വേദനിപ്പിക്കുകയുള്ളൂ. ആ വേദന ഒരുപാട് അനുഭവിച്ചറിഞ്ഞവനാ ഞാൻ. ഇനി അത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകാൻ വയ്യ സർ. ആരെയും കരയിക്കാൻ വയ്യ. അതുകൊണ്ട് ഇതിങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോട്ടെ, പോകുന്നിടത്തോളം.